ഇന്നാണ് ഏവരും ഉറ്റുനോക്കുന്ന ബജറ്റ് അവതരണം. തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ശേഷം BJP എത്രത്തോളം പാഠം പഠിച്ചു എന്നത് ഈ ബജറ്റ് അവതരണത്തിലൂടെ അറിയാം. ഇത്തവണ കേന്ദ്ര ബജറ്റിൽ ബീഹാറിന് കേന്ദ്ര സർക്കാർ കാത്തുവച്ചിരിക്കുന്നത് എന്ത് എന്നതാണ് പ്രധാനമായും ഉറ്റുനോക്കപ്പെടുന്നത്. പ്രത്യേക പദവി എന്ന JDUവിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ തള്ളിയിരുന്നു. 2012 ഇന്റർ മിനിസ്റ്റീരിയൽ ഗ്രൂപ്പ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. എന്നിരുന്നാലും പ്രത്യേക പദവി എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് JDU. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ NDA സർക്കാരിനെ പിന്തുണച്ചപ്പോൾ തന്നെ ബീഹാറിന് പ്രത്യേക പദവി വേണമെന്ന ആവശ്യം JDU മുന്നോട്ട് വെച്ചിരുന്നു. മുന്നണിക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത് തന്നെ പ്രത്യേക പദവി എന്ന ഉറപ്പിന്മേലാണെന്നും നേതാക്കൾ പറയുന്നുണ്ട്. ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും സമാനമായ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ചില സംസ്ഥാനങ്ങൾക്ക് നേരത്തെ NDC പ്രത്യേക പദവി നൽകിയിട്ടുണ്ട്. കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള ഭൂപ്രദേശങ്ങൾ, കുറഞ്ഞ ജനസാന്ദ്രത, ജനസംഖ്യയുടെ കൂടുതൽ ഭാഗം ഗോത്രവിഭാഗങ്ങൾ, അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നതിൽ തന്ത്രപരമായ സ്ഥാനം, സാമ്പത്തികവും സാങ്കേതികവുമായി പിന്നോക്കാവസ്ഥ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രത്യേക പദവി നൽകുന്നതിൽ പരിഗണിക്കുന്നത്. നേരത്തെ ബീഹാറിന്റെ പ്രത്യേക പദവി എന്ന ആവശ്യം പഠിച്ച മന്ത്രിതല സംഘം 2012 മാർച്ച് 30 സമർപ്പിച്ച റിപ്പോർട്ടിൽ ബീഹാറിനെ പ്രത്യേക പദവിക്കായി പരിഗണിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇപ്പോൾ കേന്ദ്രം JDUവിന്റെ ആവശ്യം തള്ളുന്നത്. വേണമെങ്കിൽ ബജറ്റിൽ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പരിഗണിക്കാമെന്നാണ് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതേസമയം കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയതോടെ JDUവിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് RJD. നിതീഷ് തന്റെ മനസാക്ഷിയും ആത്മാവും ബീഹാറിന്റെ ജനങ്ങളുടെ അഭിലാഷവും വിറ്റുവെന്നാണ് RJD നേതാവ് ലാലു പ്രസാദ് യാദവ് കുറ്റപ്പെടുത്തിയത്. നിതീഷ് കുമാർ ഉടൻ രാജിവെക്കണമെന്നും ലാലു പ്രസാദ് ആവശ്യപ്പെടുന്നുണ്ട്. കേന്ദ്ര സർക്കാർ JDUവിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ അത് മുന്നണിയിൽ കല്ലുകടിയുണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നിലവിലെ സാഹചര്യത്തിൽ JDUവിന്റെ പിന്തുണ NDAക്ക് കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ ബജറ്റിൽ എന്തായിരിക്കും ബീഹാറിനായി കേന്ദ്രം കരുതി വെച്ചിരിക്കുന്നതെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. തിരിച്ചടിയുണ്ടായാൽ മുന്നണിക്കുള്ള പിന്തുണ JDU പിൻവലിക്കുമോ എന്ന ചർച്ചകളും ഉയരുന്നുണ്ട്. എന്നാൽ മുന്നണിയിൽ തുടരാൻ തന്നെയാണ് തീരുമാനമെന്ന സൂചനയാണ് നിതീഷ് കുമാർ നൽകുന്നത്. നിതീഷിന്റെ എല്ലാ ആവശ്യത്തെയും കേന്ദ്രം തള്ളിയിരിക്കുകയാണ്. ഇന്ന് നടക്കുന്ന ബജറ്റിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടായില്ലെങ്കിൽ നിതീഷിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകും. ഒരുപക്ഷെ NDA സഖ്യം തന്നെ വിടാൻ സാധ്യതയുണ്ട്. ഇത് ഒരുപക്ഷെ BJPയെയും വെള്ളം കുടിപ്പിക്കും. നിലവിലുള്ള സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ബീഹാറിന് പ്രത്യേക പദവി നൽകാനാവില്ലെന്ന് കേന്ദ്രം അറിയിക്കുകയായിരുന്നു. എല്ലാ ഘടകങ്ങളും സംസ്ഥാനത്തിന്റെ അവസ്ഥയും പരിഗണിച്ചാണ് തീരുമാനമെടുക്കുക. മന്ത്രിതല സമിതി തന്നെ ബീഹാറിലെ സാഹചര്യം പരിശോധിച്ചിരുന്നു. 2012 മാർച്ച് 30 ഇവർ റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക പദവി നൽകേണ്ട സാഹചര്യം ബീഹാറിൽ ഇല്ലെന്നും ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി ലോക്സഭയിൽ പറഞ്ഞിരുന്നു. നിതീഷ് കുമാറും JDU നേതാക്കളും കേന്ദ്രത്തിനൊപ്പം അധികാരം പങ്കിടുകയും അതിന്റെ ഗുണങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും അവർ പ്രത്യേക പദവിയിൽ രാഷ്ട്രീയ നാടകം തുടരുകയാണെന്നും RJD Xൽ കുറിച്ചിരുന്നു. ഏതായാലും ഇത്തവണത്തെ ബജറ്റിൽ ഒരു വലിയ പിളർപ്പുണ്ടാകുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം.